ഹായ്, വത്തിക്കാൻ ഫാബ്രിക് എല്ലാവർക്കും ഫേവറേറ്റ് ആണ്. അതിൽ നമ്മൾ കൂടുതലായിട്ടും കണ്ടേക്കുന്നത് മൾട്ടി കളേർഡ് എംബ്രോയിഡറി വർക്കാണ്. അപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്ന വത്തിക്കാൻ ഫാബ്രിക്കിൽ തന്നെ ഫുൾ ഇതുണ്ടോ, അടിപൊളിയായിട്ടുള്ള ഒരു എംബ്രോയിഡറി വർക്ക് എന്ന് പറഞ്ഞാൽ ഈ വൈറ്റ് ഷെയ്ഡിൽ, അതായത് ഒരു ലക്നോവി സ്റ്റൈല് വർക്കാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയാണ്. വളരെ കാഷ്വൽ ഫോമിലും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ ഭയങ്കര സ്റ്റൈൽ ലുക്കായിരിക്കും ഇത് ഇട്ടാൽ. അതിൻ്റെ കളേഴ്സ് ആണെങ്കിലും നോക്കുമ്പോൾ മനസ്സിലാവുന്നില്ല. ഇത് ഫസ്റ്റ് വൺ നല്ല കൊതിയാവുന്ന, എല്ലാവർക്കും മാച്ച് ആവുന്ന കളർ ഷെയ്ഡ്സ് ആണ് ഇതെല്ലാം. അടുത്താണെന്ന് നോക്കിയതുണ്ട് ഒരു ഗ്രീനിൻ്റെ ഷെയ്ഡ്. ഇത് പക്ക നോർമൽ ഡാർക്ക് ഗ്രീനോ അല്ല ടസ്റ്റി ഒന്നുമല്ല, നല്ല തെളിച്ചുള്ളൊരു വെറൈറ്റി ഗ്രീൻ കളർ ഷെയ്ഡ്. പിന്നെ വന്നിട്ട് ഇതൊരു ബ്ലൂവിഷ് ഗ്രീൻ ആണ്. ബ്ലൂ ഹൈലൈറ്റഡ് ആയിട്ട് നിൽക്കും. ഇതും വെറൈറ്റി ആയിട്ട് നിൽക്കുന്ന ഷെയ്ഡാണ്. അതിൻ്റെ ബട്ടൺ ആണെങ്കിലും എല്ലാത്തിലും സെൽഫും പിന്നെ എംബ്രോയിഡറി കോംബോയും ആണ്. ഒരു പോട്ട്ലി ബട്ടൺ ആയിട്ട് യൂസ് ചെയ്തേക്കുന്നത്. യൂണിവേഴ്സൽ ആയിട്ട് വരുന്ന ഒരു ബ്യൂട്ടിഫുൾ അടുത്ത പീച്ച് പിങ്ക് ആണ് കളർ ഷെയ്ഡ്. വേണ്ട ലുക്ക് നോക്കുന്നുണ്ടല്ലേ, ഇത് ഒരുപാട് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാകും. ഇത് വീഡിയോയിൽ കാണുന്നതിലും നേരിട്ട് കാണാൻ അടിപൊളിയാണ്. ഈ ഒരു ഫാബ്രിക് ഇതുണ്ട്, വത്തിക്കാൻ ഫാബ്രിക് ആണ്, എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കും. നമ്മൾ 2-3 ഡിസൈൻസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫാബ്രിക്. നല്ല പ്രീമിയം ഫാബ്രിക് ആണ്. ഇതും ചൂടൊന്നും ഒട്ടും എടുക്കൂല. നമ്മുടെ പ്രീമിയം പി വി സിൽക്കൊക്കെ പോലെ വളരെ കംഫർട്ടബിൾ ആയിട്ട്, അതായത് ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ ഒരു തണുപ്പ് ഫീലിംഗ് ആണ്. നമ്മുടെ പ്യുവർ ഫാബ്രിക്കിൻ്റെ ഒക്കെ ആ ഒരു ഫീല് കിട്ടുന്ന ഫാബ്രിക് ആണിത്. അതിൻ്റെ വർക്ക് നോക്കി ഫുൾ വിഡ്ത്തും ലെങ്തിലും വളരെ ഹെവി വർക്കാണ് ചെയ്തേക്കുന്നത്. അതും വൈറ്റ് കളറിലുള്ള ത്രെഡ് വർക്കാണ്. നല്ല നോർമലി ചുമ്മാ ഉള്ള ഒരു വർക്കല്ല. നോക്കി അതിനകത്തുള്ള ഈ ഫ്ലവേഴ്സ് കുറച്ചുകൂടെ ബൾജ് ചെയ്യുന്ന രീതിയിലാണ് വർക്ക് വന്നിരിക്കുന്നത്. പിന്നെ ബാക്കി കുറച്ചുകൂടെ ലൈറ്റ് ആയിട്ടുള്ള വർക്ക്. ആൻഡ് ബട്ടൺ ആണെങ്കിലും എൻ്റെ ഫിനിഷിങ്ങും പാറ്റേണും നോക്കിക്കൊള്ളുക. ബേസ് കളറും വൈറ്റ് ടോണിലുമാണ് ആ പോട്ട്ലി ബട്ടൺ വന്നിരിക്കുന്നത്. പിന്നെ വന്നിട്ട് ഇതിൻ്റെ ഡയമണ്ട് പോർഷനിലാണ് വർക്ക്. സോ ഇതാണ് ഓവറോൾ ലുക്ക്. വളരെ സ്റ്റൈലിഷ് ലുക്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് ഇത് വന്നിരിക്കുന്നത്. ദുപ്പട്ട വന്നിട്ട് ബോർഡേഴ്സ് ഇതുപോലെ ആ സെയിം പാച്ച് പൈപ്പായിട്ട് കൊടുത്തിട്ട് ബാക്കി പ്ലെയിൻ ആയിട്ട് വരുന്നു. ആൻഡ് ബോട്ടം വന്നിട്ടും സെയിം വത്തിക്കാൻ ഫാബ്രിക് ആണ്. ലൂസ് ബോട്ടം ആയിട്ടോ അല്ലെങ്കിൽ ബട്ടൺ ഒക്കെ വെച്ച് സ്ട്രൈറ്റ് ബോട്ടത്തിനൊക്കെ പൊള്ളിയാണ് ഈ ഫാബ്രിക്. ആണ് ഫസ്റ്റ് കളർ. സെക്കൻഡ് കളർ നല്ല ലെവൻഡർ പോലെ നിൽക്കുന്ന ഒരു ഷെയ്ഡാണ്. ഇതിലുണ്ട് നമ്മളിങ്ങനെ പെട്ടെന്ന് നോക്കുമ്പോൾ തന്നെ നമ്മുടെ പെട്ടെന്ന് ഇങ്ങനെ നമ്മൾ നോക്കുമ്പോഴേക്ക് നമ്മുടെ കണ്ണിങ്ങനെ പതിയുന്നത് ഈ വർക്കിലാണ്. ഈ ബൾജ് ചെയ്ത് നിൽക്കുന്ന ഈ ഫ്ലവറിലാണ്. അത് നോർമൽ ടൈപ്പ് എംബ്രോയിഡറി അല്ല ഇതിൽ യൂസ് ചെയ്തത്. കുറച്ചും കൂടെ പ്രീമിയം ആയിട്ടുള്ള നല്ല എംബ്രോയിഡറി ആണ്. അതുകൊണ്ടാണ് ഈ ഫ്ലവേഴ്സ് ഒക്കെ ഭയങ്കരമായിട്ട് ബൾജ് ചെയ്യുന്നത്. അതിൻ്റെ ഡയമണ്ട് ബോർഡർ നോക്കിയുള്ളൂ വളരെ ഹെവിയാണ്. ഇത് വീഡിയോയിൽ കാണുന്നതിൽ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാവും. നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയുള്ളൊരു സെറ്റ് പാറ്റേൺ ആണ്. വത്തിക്കാൻ ഫാബ്രിക് വളരെ അടിപൊളി ഫാബ്രിക് ആണ്. ദുപ്പട്ട ജസ്റ്റ് പ്ലെയിൻ ആക്കിയേക്കുന്നു, അതിൽ ബോർഡേഴ്സിൽ. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാം. ഇതാണ് ഓവറോൾ ലുക്ക്. സോ 4 ബ്യൂട്ടിഫുൾ ആൻഡ് ലിമിറ്റഡ് ഷെയ്ഡ്സിലാണ് ഈ സെറ്റ്സ് വന്നിരിക്കുന്നത്. വേണ്ടവരാണ്ട് ലിമിറ്റഡ് പീസസേ ഉള്ളൂ. വേണ്ടവർ ഫാസ്റ്റായിട്ട് തന്നെ ഓർഡർ ചെയ്യുക. ഇത് പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും ഉറപ്പായിട്ടും ഇഷ്ടമാവും. ആൻഡ് ഇതിൻ്റെ ബട്ടണൊക്കെ ആണെങ്കിലും ഇതിൻ്റെ ഫിനിഷിങ്ങും പൈപ്പിംഗ് ഒക്കെ പൊളിയാണ്. 1295 പ്രൈസ്. ലാസ്റ്റ് വൺ നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സൽ ഷെയ്ഡിലാണ് വൈറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ഷെയ്ഡ്സേ ഉള്ളൂ. താങ്ക് യു.